ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പംകിൻ പുഡിംഗ് ആണ്. എങ്ങനെയാണെന്ന് നോക്കാം. आज हम बनाने जा रहे പംകിൻ പുഡിംഗ്. दिखाएंगे कैसे है. 1/2 കിലോ മത്തങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത മത്തങ്ങ വേണം. നമുക്കിത് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. आधा किलो कुमड़ा लिया है. अच्छा पक्का वाला कुमड़ा लेना है. इसका छिलका निकाल के कटिंग करके आएंगे. നമ്മുടെ മത്തങ്ങ മുഴുവനും നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. कुमड़ा का छिलका पूरा निकाल के साफ करके आया है. अभी हम लोग कटिंग करेंगे. നമുക്കിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത്തിരി കട്ട് ചെയ്തെടുക്കരുത്, ज़्यादा बड़ा नहीं करना. ऐसे കട്ടിങ് കട്ടിങ് ഇങ്ങനെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം മുഴുവൻ. നമ്മുടെ മത്തങ്ങ മുഴുവൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. कुमड़ा पूरा कटिंग करके लेके आया है. देखिए अभी ये स्टीम करना है. നമുക്കിത് സ്റ്റീം ചെയ്താണ് എടുക്കാൻ പോകുന്നത്. നമ്മളൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നല്ലതായിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞു. അച്ഛത്തെ പാനി ബോയിൽ ഹോകിയ അതി ഇസ്മേ ഉണ്ടാകും. നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. 15 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. 15 മിനിറ്റ് സ്റ്റീം करके आएंगे. 15 മിനിറ്റായി. 15 മിനിറ്റ് ഹോകിയ. മത്തങ്ങ നമുക്ക് എത്രയാണെന്ന് നോക്കാം. കുമ്പട കൈസേരെ തെക്കേക്ക് നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞു. अच्छे से पक गया है. अभी स्टव ऑफ करके ठंडा करने के लिए रखेंगे. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് വെക്കാം. നമ്മുടെ മത്തങ്ങ നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞു. നമ്മുടെ अच्छे से ठंडा हो गया. अभी 1 पिंच नमक डाल दें. നമുക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇളക്കി വെച്ച് മിക്സിക്കകത്ത് ഇട്ട് കൊടുക്കാം. മിക്സിക്ക जार में डाल दें. മത്തങ്ങയ്ക്കകത്തോട്ട് നമുക്ക് 2 സ്പൂൺ പാലിട്ട് നമുക്ക് അരച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ दूध डाल के अच्छे से पीस के आएंगे. मत्तंगा नल्लाയിട്ട് അരച്ചിട്ടുണ്ട്. कुमड़ा अच्छे से पीस के आया है. अभी एक पैन रखा है. നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ डाल. बटर नल्लाയിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. बटर अच्छे से मेल्ट हो गया. अभी डाल रहे हैं पीस किया हुआ कुमड़ा. നമ്മുടെ മത്തങ്ങ നമുക്ക് ഇതിനകത്ത് ഇട്ടു നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. अच्छे मिक्स करना है. മത്തങ്ങ വഴന്നുകൊണ്ടിരിക്കുകയാണ്. थोड़ा फ्राई हो रहे, बॉईल हो रहे. अभी डालना है कंडेंस मिल्क. നമുക്കിപ്പം 1/2 കിലോ മത്തങ്ങയ്ക്ക് ഞാൻ 400 ഗ്രാം कंडेंस मिल्क ആണ് ഒഴിക്കുന്നത്. आधा किलो कुमड़ा के लिए 400 ग्राम कंडेंस मिल्क डालना है. മത്തങ്ങയ്ക്കകത്തോട്ട് ഞാൻ കണ്ടൻസ് മിൽക്കാണ് ഇട്ടത്. 400 ഗ്രാം കണ്ടൻസ് മിൽക്ക് ഇട്ട് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടൻസ് മിൽക്ക് भी कुमड़ा में डाल के अच्छे से मिक्स करके लेना है. ഇവിടെ കണ്ടൻസ് മിൽക്ക് ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം പറ്റുന്നവരെ ഒന്ന് പറ്റിച്ചെടുക്കാം. ഇത് इसका पानी थोड़ा सूखने तक अच्छे से बॉईल करना है. പഞ്ചസാരക്കകത്തിട്ട് കുറച്ച് ഏലക്കായുടെ തരിയാണ് ഇട്ടിരിക്കുന്നത്. चीनी में थोड़ा इलायची का बीजा डाल के अच्छे से पाउडर करेंगे. നല്ലതായിട്ട് നമുക്ക് പൗഡർ ചെയ്താൽ പോലെ ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇലൈച്ചി പൗഡർ करके आया है. अभी इसमें डाल दें. നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. 1 कप दूध लिया है. अभी इसमें डाल रहे 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഞാൻ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇതിനകത്തോട്ട് ഈ പാലിനകത്തോട്ട് ചേർക്കുന്നത്. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ डाल के अच्छे से मिला दीजिए. നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം में डाल के अभी हम कॉर्नफ्लोर इसमें डाल दें. कॉर्नफ्लोर നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. अच्छे से मिक्स किया हुआ वो कॉर्नफ्लोर अभी इसमें डाल दें. ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. लो फ्लेम में डाल के अच्छे से मिक्स करके मोटा करने तक रखेंगे. പറങ്ങാണ്ടി എടുത്തിട്ടുണ്ട്, ചെറി എടുത്തിട്ടുണ്ട്. ചെറി और काजू लिया है. ये भी दोनों छोटा छोटा काट के रखेंगे. നമുക്കിത് രണ്ടും ചെറുതായിട്ട് മുറിച്ച് വെക്കാം. നമ്മൾ കോൺഫ്ലോർ ഇട്ട് കഴിഞ്ഞാൽ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. लो फ्लेम में डाल के अच्छे से मिला दीजिएगा. कॉर्नफ्लोर डालने के बाद बिल्कुल हाथ हटाना नहीं है. കൈ എടുക്കാതെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലതായിട്ട് തിക്കായിക്കൊണ്ടിരിക്കുകയാണ്. अच्छे से अभी
थिक होने जा रहे, ये टाइम में अच्छा से मिलाना है। इसके परिवहन नोकिए, ऐसे ही होना चाहिए। देखिए अच्छा थिक हो गया। अभी एक ट्रे में डाल दें। मैंने ट्रे ऑलरेडी ग्रीस ചെയ്ത് വെച്ചിരിക്കുന്നതാണ്। पहले ग्रीस करके रखा है, अभी इसमें डालना है। हमको ഇതിനകത്ത് ഇട്ടു ഇതിൻ്റെ ഈ ബർഫിയുടെ മുകളിലോട്ട് കുറച്ച് നെയ്യ് മുക്കിയിട്ട് നമുക്കതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം। थोड़ा सा घी डाल के इसका ऊपर में थोड़ा शेप करना है। अभी डालना है ചെറി, छोटा छोटा करके रखा है वो डाल दो। ചെറി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞാണ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക। सब तरफ डाल दीजिए। എല്ലായിടത്തോട്ടും നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക। अच्छे से प्रेस करके रख दीजिएगा। അടുത്തത് कशुवंडियाना काजू लिया है, वो भी इसका ऊपर में डालना है। നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു വെക്കുക। अच्छे से प्रेस करके रखेंगे। ഇത് നമുക്ക് നല്ലതായിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ച് നല്ലതായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാവൂ, എന്നാലേ നല്ലതായിട്ട് ഇരിക്കത്തുള്ളൂ। अच्छे से फ्रिज में लेकर ठंडा होने के बाद लेना है। നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പംകിൻ പുഡിങ് റെഡി ആയി കഴിഞ്ഞു। നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം। हम लोग का पम्पकिन पुडिंग रेडी हो गया। थोड़ा कटिंग करके देखेंगे। पम्पकिन पुडिंग है, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം। വളരെ ടേസ്റ്റിയാണ്। എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം। हेल्दी ആയിട്ടുള്ള നല്ലൊരു പുഡിംഗ് ആണ്। सब लोग घर में थोड़ा ट्राई करके देखिएगा। हेल्दी पुडिंग है। प्लीज लाइक, शेयर एंड सब्सक्राइब। थैंक यू फॉर वॉचिंग।